ഓൾറെഡി ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ബാക്കി എല്ലാവരും BJP-കാരല്ലാത്ത എല്ലാവരും താങ്കൾക്ക് ഐക്യദാർഢ്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് വന്നതിന് ശേഷം മൊത്തം ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് ഇന്നലത്തെ സംഭവത്തിന് ശേഷം? അല്ല, എല്ലാവരും നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ ഒരു വോട്ടവകാശം കിട്ടിയ അല്ലെങ്കിൽ അതിനും ചെറിയ കുട്ടികൾ വരെയുള്ള ആളുകൾ, പൗരബോധവും ജനാധിപത്യ ബോധവുമുള്ള എല്ലാവരും പറയുന്നത് ഇത് നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു പക്ഷേ അവിടെ പ്രവർത്തകർ അങ്ങനെ ചെയ്തെങ്കിലും നേതൃത്വത്തിന് BJP-യുടെ നേതൃത്വത്തിനും സ്ഥാനാർത്ഥിക്കും അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയാമായിരുന്നു. അതും ഉണ്ടാകാത്തതുകൊണ്ട് ഒരു ആസൂത്രിതമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, അവരുടെ നേതൃത്വമാണല്ലോ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനത് അങ്ങനെ അത് പറയാമായിരുന്നു, വേണമെങ്കിൽ. അത് പറഞ്ഞില്ല, അതെനിക്കറിയില്ല. അതെന്തുകൊണ്ടാണ് പറയാത്തതെന്ന് എനിക്കറിയില്ല. BJP-യുടെ ഒരു കൾച്ചറായിട്ടാണ് കാണുന്നത്. ആരും അതിനെ അപലപിച്ച് കണ്ടില്ല എവിടെയും. നേരത്തെ ഷാഫിയെ സമാനമായ രീതിയിൽ തടഞ്ഞിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ, ഷാഫിയെ നേരത്തെ സമാനമായ രീതിയിൽ തടഞ്ഞിരുന്നു. ഇവിടെ 60 വർഷത്തിലകം കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഒരിക്കലും വേറൊരു പാർട്ടി ഇവിടെ ഇല്ലാതാകണം എന്ന് പറഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ നോക്കൂ, BJP അധികാരത്തിൽ വന്ന ആദ്യം തന്നെ പറഞ്ഞ കുറച്ച് പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആലങ്കാരികമായി പറയുന്നത് പ്രതിപക്ഷമില്ലാത്ത ഭരണമെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രതിപക്ഷമില്ലാത്ത ഭരണം ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നിടത്ത് ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരു പകൽ വെളിച്ചത്തിൽ പന്തം കൊളുത്തി പ്രകടനം തീരുമാനിച്ചിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥി തന്നെ വേണ്ടെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞതേ, ഈ എല്ലാ സ്ഥലങ്ങളിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുക, ആ പ്രശ്നത്തിൻ്റെ പേരിൽ പ്രകടനം വിളിയിലോ അല്ലാതെയോ വഴിയിലോ ഒരു ആവേശം കൂടിയിട്ടോ അല്ലാതെയോ ഉണ്ടാകുന്ന ഏത് ചെറിയ കാര്യങ്ങളും ഇവിടുത്തെ ജനജീവിതത്തെ ബാധിക്കുകയും പാലക്കാടിൻ്റെ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കുകയും ചെയ്യും. ഞാൻ ഉൾപ്പെട്ടൊരു കാര്യത്തിനകത്ത് ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം ഇപ്പോൾ തകരരുത് എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് അങ്ങനെ തുടർന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? അല്ലാതെ ഇപ്പം എന്താണ് ഇതിലൊക്കെ? ഇന്നലെ ശ്രമിക്കലാണോ, ബോധപൂർവമാണോ, ഇൻഹറൻ്റായിട്ട് ചെയ്തതാണോ, അറിവില്ലായ്മ കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എല്ലാവരും ഒരുപോലെ പറഞ്ഞില്ലേ ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ന് അവരുടെ ഭാഗത്തുനിന്ന് വേണം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് പറയാമായിരുന്നു, അത്രേ ഉള്ളൂ.